2006, 2007 സമയങ്ങളിൽ മുംബൈയിൽ നടന്ന ഒരു സീരീസ് ഓഫ് മർഡർ ഒരു മിസ്റ്ററി തന്നെയായിരുന്നു. സൗത്ത് മുംബൈയിൽ മൊത്തം ഫിയർ ചെയ്ത ഒരു സംഭവം തന്നെയായിരുന്നു. ഒരു 7 കൊലപാതകങ്ങളോളം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതലും വിക്ടിംസ് വന്നിട്ടുള്ളത് ഈ എന്താ പറയുക സ്ട്രീറ്റ് ഡ്വെല്ലേഴ്സ്, എന്നാൽ നമ്മുടെ റോഡ് സൈഡിൽ വീടൊന്നും ഇല്ലാതെ താമസിക്കുന്ന റോഡ് സൈഡിൽ ഉറങ്ങുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരായിരുന്നു. ഒരു ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ബേസിക്കലി ഉണ്ടായിരുന്നത്. ഇതൊരു സീരിയൽ കില്ലിംഗ് തന്നെയാണ് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഒരു പാറ്റേൺ തന്നെയായിരുന്നു. ആസ് യൂഷ്വൽ എല്ലാത്തോളം ഒരു സ്ട്രേഞ്ച് ക്ലൂ കൊടുത്തിരിക്കുന്ന പോലെ. കാരണം എല്ലാ മർഡർ നടക്കുന്ന ആ ബോഡിയുടെ സൈഡിലും ഒരു എംപ്റ്റി ബിയർ ക്യാൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മീഡിയ ആ സീരിയൽ കില്ലറിന് ഒരു പേര് കൊടുക്കുന്നത് ദ ബിയർ മാൻ എന്ന്. ഇത് 2006, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2006-07 സമയത്താണ് ആ ഒരു 1 year സ്ട്രെച്ചിനാണ് ഈ കാര്യങ്ങൾ മൊത്തം നടക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ 7 മർഡറോളം നടന്നു. അങ്ങനെ അവസാനം മുംബൈ പോലീസ് ഒരു സസ്പെക്റ്റിനെ കൊണ്ടുവരുന്നു. ഹിസ് നെയിം വാസ് രവീന്ദ്ര കൺട്രോളെ. സർനെയിം എനിക്ക് അത്ര ഷുവർ അല്ല, ബട്ട് ഹിസ് നെയിം വാസ് രവീന്ദ്ര. അപ്പോൾ പുള്ളി ഇതുപോലെ വളരെ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ആളാണ്. അങ്ങനെ ഇവർ അഫ്കോഴ്സ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് പോലീസിന് കസ്റ്റഡി കിട്ടുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ഇവർ ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നു, നാർക്കോ അനാലിസിസ് നടത്തുന്നു. ഇതിലൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം, ഒരു ബോഡിയുടെ സൈഡിൽ നിന്ന് ഒരു ഹാൻഡ് റൈറ്റിംഗ് ചെയ്ത ഒരു പേപ്പർ കിട്ടുന്നു. അതിൻ്റെ ഇംഗ്ലീഷ്, ഇനി മറാത്തിയിലായിരിക്കാം പ്രോബബ്ലി. ഇനി ഇംഗ്ലീഷിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാം വെൽക്കം ടു ദ ക്ലാൻ എന്ന് പറയുമ്പോൾ വെൽക്കം ടു ദ ഗ്യാങ് അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്നുള്ളത് ആണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഈ ഒരു ഹാൻഡ് റൈറ്റിംഗ് ചിറ്റ് കൂടെ ആ ബോഡിയുടെ സൈഡിൽ നിന്ന് കിട്ടുന്നു. അപ്പോൾ ഇതൊരു എവിഡൻസ് ആണ് നമുക്ക്. അപ്പോൾ ഈ പുള്ളിയുടെ നമുക്ക് കിട്ടിയ രവീന്ദ്രയുടെ നിന്ന് മുംബൈ പോലീസ് നാർക്കോ അനാലിസിസ് ചെയ്യുന്നു, ഹാൻഡ് റൈറ്റിംഗ് ടെസ്റ്റ് നടത്തുന്നു, പല 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 രീതി ഓഫ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ നടത്തുന്നു. നാർക്കോ അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ മറ്റേന്നോടെ പരിശോധന എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പുള്ളി കൺഫസ് ആ ഒരു പ്രൊസീജിയറിൻ്റെ ഇടയിൽ പുള്ളി പറഞ്ഞ 15ഓളം മർഡർ പുള്ളി ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ എല്ലാ വിക്ടിംസിനെയും പുള്ളി ഇൻടോക്സിക്കേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ ബിയർ യൂസ് ചെയ്തിട്ട് അവരെ കുടിപ്പിച്ച് ഒരു ഇൻടോക്സിക്കേറ്റഡ് ലെവലിലാണ് ആ ക്രൂരതകൾ മൊത്തം കാണിക്കുന്നത്. അവരെ ഉപദ്രവിക്കുക, ബീറ്റനപ്പ് ചെയ്യുക, അവരെ കുത്തുക. അതുമാത്രമല്ല ചില ബോഡീസിൽ പാൻസ് റിമൂവ് ചെയ്ത രീതിയിൽ ഒരു സെക്ഷൽ മോട്ടീവ് അവിടെ ഉണ്ടായിരുന്നുള്ള രീതിയിലും ബോഡീസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീട് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് കോടതിയിൽ പോവാണ്. ട്രയൽ കോർട്ട് പുള്ളിയെ കൺവിക്റ്റ് ചെയ്തു. ഒരു ലൈഫ് ഇംപ്രിസൺമെന്റ് തന്നെയാണ് പുള്ളിക്ക് കൊടുത്തത്. അങ്ങനെ കൺവിക്റ്റ് ചെയ്തു. പക്ഷെ ഇത് നേരെ ഹൈക്കോടതിയിൽ പോയപ്പോഴത്തേക്ക് കോടതി പറഞ്ഞത് ഈ നാർക്കോ അനാലിസിസും ഈ ഹാൻഡ് റൈറ്റിംഗ് ടെസ്റ്റുകളും മാത്രം പോരാ ഒരു ക്രൈം തെളിയിക്കാൻ. എന്തൊരു ക്രൈമും, ഞാൻ പല വീഡിയോസിൽ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, എന്തൊരു ക്രൈമും നമ്മൾ കോടതിയുടെ മുമ്പിൽ തെളിയണമെങ്കിൽ, അത് അയാളാണ് കൺവിക്റ്റ് എന്ന് കാണിക്കണമെങ്കിൽ അതൊരു റീസണബിൾ ഡൗട്ടിന് ബിയോണ്ട് ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്യണം. കാരണം ഒരു രീതിയിൽ ഒരു ലൂപ്പ് ഹോൾസ് വരുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, അവിടെ ഒരു ക്വസ്റ്റ്യനും അറൈസ് ചെയ്ത് ദിസ് ഇസ് ദ ക്രൈം, ദിസ് ഇസ് ദ പേഴ്സൺ ഈ ക്രൈം ചെയ്തത് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ഡൗട്ടും ഇല്ലാതെ പ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്കൊരാളെ കൺവിക്റ്റ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കേസിന് അത് ബുദ്ധിമുട്ടായിരുന്നു, പറ്റിയില്ല. അവസാനം എന്ത് ചെയ്തു? ഹൈക്കോടതി പുള്ളിയെ അക്വിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴും നമുക്കറിയില്ല ആരായിരുന്നു ദ റിയൽ ബിയർ മാൻ എന്ന്. ഇപ്പോഴും പിന്നീട് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, പിന്നീട് അങ്ങനെ ഒരു കില്ലിങ്സും ഉണ്ടായിരുന്നില്ല. പക്ഷെ സ്റ്റിൽ മുംബൈ ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, ഇപ്പം ഞാൻ ഇരിക്കുന്ന എനിക്ക് പോലും അറിയില്ല ഹൂ വാസ് എ റിയൽ ബിയർ മാൻ.